നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം. ഒരു തീയായിട്ടൊക്കെ വീഡിയോ ആയിരുന്നു. ആ തീ എന്തോ ശരിക്കും സംഭവിച്ചെന്ന് എനിക്ക് കാണിക്കാനും പറ്റില്ല, രാത്രിയായിപ്പോയി. എന്തോ ശരിക്കും പറയാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് പറയാൻ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ കാണിക്കാം. സർപ്രൈസ് കാണിച്ചു തരാം. ശരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു തീയായിരുന്നു. ഒരു ലോകത്തിൽ പോലും കാണാത്ത ഏതൊരു മുട്ടൻ തീ. അല്ലെ, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഏതൊരു പട്ടാളത്തില്ല, നിങ്ങൾ ഒരു മിലിറ്ററിക്കാരൊക്കെ ഒരു ഡൈനോസറിൻ്റെ മേലെ ഒരു ബോംബിട്ട് ഒരു വലിയ തീയൊക്കെ ഉണ്ടായി. അതായിരുന്നു ഉണ്ടായത്, മെയിനായിട്ട് സംഭവിച്ചത്. ഇതാണ് കാണുമ്പോൾ ചെറിയ തീ വന്ന പോലെ ശരിക്കും വലിയ തീയായിരുന്നതേ. അവിടെ വരെയൊക്കെ പോയിട്ടുണ്ട്. മരം കത്തിയും കരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ ചൂടൊക്കെ ഉണ്ട്. പിന്നെ ആ മരത്തിന് ഇച്ചിരി ബേണുണ്ട്. സൂക്ഷിച്ചൊക്കെ കണ്ട് ഇച്ചിരി ബേണുണ്ട്. പക്ഷേ ഈ മരം അങ്ങ് അങ്ങ് പോയി. മുട്ടന് തീ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. കണ്ടാ നല്ലോണം കരിഞ്ഞ്, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, കരിഞ്ഞു പോയി. ഇനി എന്തെങ്കിലും സാധനം തൊട്ടാൽ മതി, പിന്നെ പൊട്ടി. ഈ ഒരു കുഞ്ഞ് സാധനം മൂന്ന് കമ്പുകളുണ്ടായിരുന്നു ഈ തീപ്പട്ടിയിൽ. ഇപ്പം കാണിച്ചു തരാം. ഒരു കുഞ്ഞ് കമ്പെടുത്ത് പേപ്പറിൽ പിടിപ്പിച്ച് ഏതൊരു സാധനത്തിൽ ഒരു കുഞ്ഞിലയിൽ കൊടുത്തു. ഇപ്പോഴത്തെ ഇതിൻ്റെ 2 കമ്പുകളേ ഉള്ളൂ. വേണ്ട ഇതിന് ഞങ്ങൾ ഇതിൽ ഒരു കുഞ്ഞിലയിലായിരുന്നു ഞങ്ങൾ കത്തിച്ചിട്ട് കൊടുത്തു. ഒരു പേപ്പറിൽ കത്തിച്ചങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായിരുന്നു, ആദ്യം ഒരു കുഞ്ഞു തീയായിരുന്നു. ഇത്രയൊക്കെ ഉള്ള ഒരു കുഞ്ഞു തീയായിരുന്നു. നമ്മൾ കത്തി കഴിഞ്ഞപ്പോൾ അത് തീയൊന്നും പിടിക്കണില്ല, തീയൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് ഒരു വട്ടം കൂടെ തീ അങ്ങ് ഇട്ടുകൊടുത്തു. ഇട്ടുകൊടുത്തപ്പോൾ ഒരു വലിയ ഇല കയറി പിടിച്ചു. എന്നിട്ട് ആ ഇല കുറേ കാർഡ്ബോർഡും ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ കയറി പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ മുമ്പേ ഞങ്ങളൊരു തീ വെച്ചായിരുന്നു. അത് 1 സെക്കൻഡ് എടുത്തുള്ളൂ. പക്ഷെ അത് ഇതിനെക്കാട്ടി ചെറിയ തീയായിരുന്നു. പക്ഷെ ഇതാണെങ്കിൽ ഒരു വലിയ തീ. കറുത്ത കളർ പുകകളായിരുന്നു പോയത്, കറുത്ത കളറ്. അങ്ങനെ ബോക്സുകളും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു വലിയ മലയായിരുന്നു. അടുത്തങ്ങ് തീയം കിട്ടു കൊടുത്തപ്പോൾ എൻ്റെ മോനെ കത്തി എൻ്റെ മോനെ ആ കമ്പ് ഞാൻ കാണിച്ചില്ലേ നിങ്ങളെ, കമ്പ് അങ്ങ് കത്തി അങ്ങ് കരിഞ്ഞ്. ആ കമ്പിലൊക്കെ ഇല്ല തീയം കയറി പിടിച്ചേക്കുമായിരുന്നേ. ഇവിടെ നിന്ന് മുടി വെട്ടിയെന്ന് പറയാം. എൻ്റെ പെങ്ങൾ മുടി അങ്ങ് വെട്ടിച്ചാണ്. എൻ്റെ പെങ്ങൾ കത്തിരിക്കെടുത്ത് മുടി വെച്ചാൽ അത് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ആയപ്പോൾ ആ കമ്പിലേക്കങ്ങ് തീ കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് ആ തീയാണെങ്കിൽ പക്ഷേ ഒരു വലിയൊരു തീയായിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു. അത് ഒന്നാമത് ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരെണ്ണമാണെങ്കിൽ ആ തീ കാരണം അത് കത്തി അങ്ങ് പോയി, കത്തി അങ്ങ് പോയി. അതുകൊണ്ട് ഞങ്ങളങ്ങ് പെട്ടെന്ന് കയറി വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ച്. ഇച്ചിരിയൊക്കെ ചൂടുണ്ട് കേട്ടോ ഇപ്പം. ആള് മരത്തിലേക്കങ്ങ് കയറി അങ്ങ് പിടിച്ച്. ഞങ്ങളങ്ങ് വെള്ളം എടുത്തങ്ങ് ഒഴിച്ച്. ആ കമ്പിൽ വെള്ളം തീ അങ്ങ് ഇച്ചിരി വലുതായിപ്പോയി. ഞങ്ങൾ വെള്ളം എടുത്തങ്ങ് ഒഴിച്ച്. പക്ഷെ വെള്ളം കണ്ട് ഇച്ചിരി ഭാഗം അതിലങ്ങ് ഇളകിപ്പോയി. ആ തീ ഒഴിച്ച ഭാഗം തീയാണെങ്കിൽ, പക്ഷെ ആ കമ്പി അത് കത്തി കരിയില്ലേ, അത് ഇച്ചിരി ഭാഗം ഇളകിപ്പോയി. ഇനി ഇച്ചിരി ഭാഗം കൂടെ ഉണ്ട് കരിഞ്ഞിരിക്കണം. ഏതെങ്കിലും പരുന്തോ കാണാൻ വന്ന് തൊട്ടാൽ മതി, പിന്നെ പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഉള്ളൊരു വലിയ തീ ഉണ്ട്. നിങ്ങളില്ലേ ആനിമേഷൻ ആർമി എന്ന് കണ്ടിട്ടുണ്ടോ? ഒരു യൂട്യൂബർ, അത് അയാൾ ഒരു വീഡിയോ എടുത്തൊരു
കുറേ മിലിറ്ററിക്കാരൊക്കെ കൂടെ പട്ടാളക്കാരൊക്കെ കൂടി എന്തോരം ബോംബുകളിട്ട് ഒരു ഡൈനോസോർ വന്നായിരുന്നു അവരുടെ സെറ്റിൽ. അത് ആ ഡൈനോസോർ റോബോട്ട് ഡൈനോസോർ അവർ അറിയാതെ ഉണ്ടാക്കിയത്. അങ്ങനെ വന്ന് അങ്ങോട്ടേക്ക് ഇട്ട് അപ്പോൾ ഒരു വലിയ തീ ഇതുണ്ടോ ടീ അത് അത് പാറുവമ്മ ഞങ്ങൾ പറയും പാറു അമ്മച്ചി. ഇതിൻ്റെ അടി ഇരിപ്പുണ്ട് പാറുമ്മച്ചിയെ. പാറു അമ്മച്ചി ഇരിക്കുന്നുണ്ട്. പാറു അമ്മച്ചി അതാണ് പാറു അമ്മ. 2 കുഞ്ഞുങ്ങളുണ്ട്, ഒന്നാണും ഒന്ന് പെണ്ണും. ഇല്ല ആണാണെങ്കിൽ പേടിത്തൊണ്ടനാണ്. ഞങ്ങൾ വിളിക്കും പേടിത്തൊണ്ടൻ കള്ളൻ എന്ന് പറയും. പേടിത്തൊണ്ട കള്ളൻ എന്ന്. അതിനാണെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തില്ല ഞങ്ങൾ എല്ലാ പൂച്ചകൾക്ക്. ആ പേടിത്തൊണ്ടൻ കള്ളൻ ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ട് പേടിത്തൊണ്ടൻ കള്ളൻ പേടിച്ച ഓടി. എന്തിനും ഓടിയെന്ന് പറയണേ. അതിങ്ങനെ ഓടി അവിടെ കുഴി ഞാൻ കാണിച്ചില്ലായിരുന്നോ? കുഴി പൂച്ചങ്ങ്. പക്ഷെ മറ്റേ പെണ്ണാണെങ്കിൽ ടൈഗർ കേട്ടോ, ടൈഗറാണിത്. പക്ഷെ എൻ്റെ പൊന്നിന് ആ ബിസ്ക്കറ്റ് എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞപ്പോഴുണ്ടല്ലോ എങ്ങനെ ദേഷ്യത്തിലങ്ങ് ഇരിക്കണ്. എന്നിട്ടുണ്ട് ആ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെ ആ ബിസ്ക്കറ്റ് എവിടെയിരിക്കുന്ന പൂച്ചയാണെങ്കിൽ ഒറ്റൊരു തട്ട്. എൻ്റെ പൊന്നെ. എന്നിട്ട് ഞാൻ അടുത്തൊരു മുഖത്തേക്ക് അറിയാതെ കത്തം കിട്ടും. അതുകൊണ്ട് അതങ്ങ് തിന്ന് മാത്രമല്ല ടൈഗറാണെന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യം കേട്ടോ. അതെങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി